Standard 5, Anshul Shaiju. Standard 6, Aisha Meherin PA. Standard 7, Navanya MS. Toppers in Basic Science for the current year of the first and second term. Standard 7, Minha Mariam Shan. Amisha Rose Benny. Toppers in EVS, Standard 4, Aisha Farzin CS. Best student in co-curricular activities, Aisha Meherin PA, Standard 7. Most deserving student for Standard 7, Leonard Maria Gizo. The most social committed boy from Standard 7, Anthony Paul. The most social committed girl from Standard 7, Betsy Thomas. Topper in Maths, Standard 7, Aisha Meherin PA. All-rounder in Standard 2, Sridhika Shah. Best in Hindi, Standard 5, Diya Suresh. The rank holders for Catechism and Moral Science for the current year 24-25. Topper in Catechism, Standard 4, Irene Jinish. Topper in Moral Science, Standard 4, Anushreya Lakshmi B. Anil. Topper in Catechism, Standard 7, A. Maria Lindo. Topper in Moral Science, Standard 7, Ishana Sagar. Thank you. Welcome. എഴുപത്താറാം ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സിസ്റ്റർ മെറി CMC, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കാടൂരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. അതിന് തന്നെ ഈ ഒരു 76ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഇത്ര മനോഹരമായി ഈ യോഗം സംഘടിപ്പിച്ച ഇവിടുത്തെ PTA അധ്യാപകർ, അതുപോലെ കുട്ടികളെല്ലാവരെയും അഭിനന്ദിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഇത്തരം യോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ, പഠനത്തിന് മികവ് തെളിയിച്ചവർക്ക് എല്ലാവർക്കും ഇവിടെ ആദരവ് കിട്ടേനെ. അപ്പോൾ അവർക്ക് അവരുടെ മാനസികമായും കായികമായുമുള്ള ഉന്മേഷത്തിന് നല്ലൊരു പദ്ധതിയാണ് ഈ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ അവസാനത്തെ വാർഷികങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സമയമാണ്. അടുത്തൊരു വാർഷികമാകുമ്പോഴേക്കും അടുത്ത ഭരണസമിതിയായിരിക്കും. ഇവിടെ നിന്നും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും റിട്ടയർമെൻറ്റ് ആയി പോകുന്ന ടീച്ചർമാർക്കും അതുപോലെ സെൽഫി മാഷിനും അവരുടെ വിശ്രമ ജീവിതം മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു മനോഹരമായ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാനും എൻഡോമെന്റിനും എന്നെ ക്ഷണിച്ച ഈ ഒരു സ്കൂളിലെ PTA അധ്യാപകർ, അതുപോലെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, ma'am. Presentation of memento. We are highly fortunate to have such a strong PTA. Thank you and heartiest congratulations to the entire PTA team for the hard work, support and dedication throughout the year. So I would like to invite our PTA President, Sri Abdul Sattar AE,
to hand over the memento. Along with the PTA President, I would also like to invite all the executive members to be the part of the presentation. I request all the executive members to be the part of the presentation. I would like to welcome our beloved teachers, Rosemary teacher, Lisa teacher and Sebi sir to receive the memento. സെൻറ് ജോർജസ് CPS കണ്ണൂർ 76ാം ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീമതി മാരി CMC, ഈ സ്കൂളിലെ മിസ്റ്റേഴ്സ് സിസ്റ്റർ CMC, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കാടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ്, ഇവിടെ പ്രഭാഷണം നടത്തിയ റവന്യൂ ഫാദർ റോയ് ബാലിക്കുളങ്ങര, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യ വാർഡ് മെമ്പർ ശ്രീ മോഹിനി കുട്ടൻ, ഈ നമ്മുടെ ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആവുന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ടീച്ചർ മിസ്റ്റർ ടീച്ചർ, അതുപോലെ തന്നെ റോസ്മേരി ടീച്ചർ, ബഹുമാനായ സെബി സാർ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും ഈ ഒരു ദിനത്തെക്കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഈ വൈകിയ വേളയിൽ ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യരായ രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾ, എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. നമ്മളോട് ഈ സ്കൂളിൽ നിന്ന് റിട്ടയർമെൻ്റ് ആവുന്ന മിർസ ടീച്ചറെ ഞാൻ വളരെ ചെറുപ്പം മുതൽ കാണുകയും പരിചയം ഒക്കെ ഉള്ള ടീച്ചറാണ്.
ഈ സ്കൂളിൽ എൻ്റെ മകൻ ജോയിൻ ചെയ്തതിന് ശേഷം കൂടുതൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായത്. അതിൽ നിന്നെല്ലാം മനസ്സിലായത് മിർസ ടീച്ചർ നേരത്തെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ വളരെ അപൂർവം സ്കൂളുകളിൽ മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ഉറുദു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, ഭാഷയാണ്. ഈ ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ സ്കൂളുകളിൽ ഭാഷ പഠിപ്പിക്കുന്നത്. അതിന് ഏറ്റവും നന്നായി അത് കൈകാര്യം ചെയ്യുകയും അതുകൂടാതെ തന്നെ സ്കൂളിലെ മറ്റ് ആക്ടിവിറ്റീസുകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന മിർസ ടീച്ചറെ ഞാൻ ഏറ്റവും ബഹുമാനത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ റോസ്മേരി ടീച്ചർ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ടീച്ചറെ പരിചയപ്പെടുന്നതെങ്കിലും നമ്മളെ കാണുമ്പോഴെല്ലാം വളരെ പുഞ്ചിരിയോടുകൂടി അതുപോലെ തന്നെ PTA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മളെ ധരിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ടീച്ചറാണ്. ആ ടീച്ചർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതുപോലെ തന്നെ സജി സാറ്, ഞാൻ ഹൈദരാബാദ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സജി സാറ് അവിടെ ജോയിൻ ചെയ്യുന്നത്. സജി സാർ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ കൂടെ സജി സാർ നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കുട്ടിയാരാണ് സാറാരാണെന്നുള്ളത്. അത്രയും ചെറുപ്പമായിരുന്നു സജി സാർ. ആ സജി സാറിന് എനിക്ക് മൂവ്മെൻ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഉള്ളത്. അതുപോലെ തന്നെ ഈ സമയത്ത് എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് അറിവ് പകരുക, അത് മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ളത്. ഈ പുണ്യം, ഈ അറിവ് ഇത്രയും നാൾ ഏകദേശം ഒരു 30-35 വർഷത്തോളം ഇവർ ഈ കുരുന്നുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പരമൊരു പുണ്യം ഈ ജന്മത്തിൽ ഇവർക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാവി ജീവിതവും ദൈവം വളരെ പുണ്യകരമായിട്ട് സന്തോഷപരമായിട്ട് തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. Thank you, sir. Now we have some felicitations on the way. May I please request Srimati Diya Shaiju, our MPTA President, for the felicitation. Welcome, ma'am. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷാകർത്താക്കളെ, PTA ഭാരവാഹികളെ, അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കല്ലൂർ ഗ്രാമത്തിൻ്റെ സൂര്യ തേജസ്സായി പ്രശോഭിച്ച് അനേകായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ നമ്മുടെ വിദ്യാലയത്തിന് ഇന്ന് 76 വയസ്സ് തികയുന്നു. ഈ അവസരത്തിൽ ആദ്യമായി എല്ലാവർക്കും വാർഷിക ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി നേരുന്നു. പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്നും ഈ വിദ്യാലയം മുന്നിൽ തന്നെയാണ്. വർഷം തോറും അരങ്ങേറുന്ന ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയമേളകൾക്കും കലോത്സവങ്ങൾക്കും കായിക മേളകൾക്കും നമ്മുടെ വിദ്യാർത്ഥികളെന്നും മുൻപിലാണ്. അതുമാത്രമല്ല, മൂല്യങ്ങളിൽ അടിയുറച്ച സന്മാർഗ ബോധ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട് എന്നതാണ് ഞാൻ അടക്കമുള്ള എല്ലാ മാതാപിതാക്കളുടെയും ധൈര്യം. അത്തരത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങാൻ ഒരുങ്ങുന്ന ശ്രീമതി റോസ്മേരി ടീച്ചർ, ശ്രീമതി മിർസ ടീച്ചർ, ശ്രീ സെബി സാർ, നിങ്ങൾ 3 പേരും ഈ വിദ്യാലയത്തിനോട് കാണിച്ച ആത്മാർത്ഥമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ അഗാധമായ സ്നേഹത്തിനും 1000 നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം വിശ്രമ ജീവിതത്തിൽ ഇനിയും ധാരാളം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ യശസ് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും
എല്ലാ PTA ഭാരവാഹികളുടെ പേരിൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now I would like to call upon our staff representative, Ms. Gurley Andrew, for the felicitations. Welcome, Ms. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷാകർത്താക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. അജ്ഞതയുടെ തമസിൽ നിന്നും അറിവിന്റെ ജ്യോതിസിലേക്ക് ഒരു പ്രദേശത്തെ മുഴുവൻ കൈപ്പിടിച്ചുയർത്തുന്ന നമ്മുടെ വിദ്യാലയം 76ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ 76ാം വാർഷികത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി ഏവർക്കും നേരുന്നു. ഒരു അധ്യാപകൻ 500 രൂപ നോട്ടുമായി തന്റെ ക്ലാസ്സിലേക്ക് എത്തി. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കാണ് ഈ 500 രൂപ നോട്ട് വേണ്ടതെന്ന്. കുട്ടികൾ ഒന്നടക്കം പറഞ്ഞു, മാഷേ എനിക്ക് വേണം ആ 500 രൂപ നോട്ടെന്ന്. തുടർന്ന് ആ മാഷ് 500 രൂപ നോട്ട് പരമാവധി ചുരുട്ടിക്കൂട്ടി അതിൽ ചെറിയാക്കിക്കൊണ്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കാണ് ഈ 500 രൂപ നോട്ട് വേണ്ടതെന്ന്. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം മാഷേ, ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, മക്കളെ എന്തുകൊണ്ടാണ് ഈ 500 രൂപ നോട്ട് നിങ്ങൾ ഇപ്പോഴും വേണമെന്ന് പറയുന്നത്? കുട്ടികൾ പറഞ്ഞു, മാഷേ അതുകൊണ്ട് എന്തോരം സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. കുട്ടികളുടെ മറുപടിയോട് ആ അധ്യാപകൻ കൂട്ടിച്ചേർത്തു, മക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ 500 രൂപ നോട്ടിന് അധികം ധാരാളം വിലയുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് മാഷിനും. എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ എത്ര കുറുമ്പന്മാരായാലും കുസൃതിക്കാരായാലും നിങ്ങൾക്ക് ഞാൻ മൂല്യം കൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അന്നു മുതൽ ആ അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെട്ടു എന്നുള്ളതാണ് കഥ. ഈ കഥയിലെ അധ്യാപകനെ പോലെ തങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾക്ക് മൂല്യമുണ്ടെന്ന് തങ്ങളുടെ നോട്ടത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും അവരെ ബോധ്യപ്പെടുത്തിയ 3 അധ്യാപകരായ റോസ്മേരി ടീച്ചർ, മിർസ ടീച്ചർ, സെബി സാർ എന്നിവർ തങ്ങളുടെ മിഷനും പാഷനുമായ അധ്യാപന ജീവിതത്തിൽ നിന്നും ഇന്ന് ഔദ്യോഗികമായി വിട പറയുന്ന ദിനം. പൊയ്യ ഗ്രാമത്തിൽ അമ്പൂക്കൻ കുടുംബാംഗമായ പൗലോസ് LC അധ്യാപക ദമ്പതികളുടെ 5 മക്കളിൽ മൂത്ത മകളാണ് നമ്മുടെ പ്രിയങ്കരിയായ റോസ്മേരി ടീച്ചർ. ടീച്ചറുടെ ജീവിത പങ്കാളി ശ്രീ രാജേഷ് ടി ജോസഫ്, മക്കളായ അമൂല്യ, അതുല്യ എന്നിവർ ടീച്ചർക്കൊപ്പം എപ്പോഴും കൂടെയുണ്ട്. വെളിച്ചമുള്ളിടത്ത് ആർക്കും നിൽക്കാൻ സാധിക്കും, എന്നാൽ നിൽക്കുന്നിടം പ്രകാശപൂർണമാക്കാൻ മനസ്സിൽ നന്മയുള്ളവർക്കേ സാധിക്കൂ. അങ്ങനെ മനസ്സിൽ ആവോളം നന്മയുള്ള അധ്യാപികയാണ് ഞങ്ങളുടെ പ്രിയങ്കരിയായ റോസ്മേരി ടീച്ചർ. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഏത് ചെറുതും വലുതുമായ പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യാനുള്ള ടീച്ചറുടെ പാഠവം ഒന്ന് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും കലാസാഹിത്യ പ്രവർത്തനങ്ങളും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും റോസ്മേരി ടീച്ചറാണ്. എവർ റെഡിയായ മിടുക്കിയായ റോസ്മേരി ടീച്ചർക്ക് 37 വർഷത്തെ സർവീസാണുള്ളത്. അതിൽ 27 വർഷവും ടീച്ചർ നമ്മുടെ വിദ്യാലയത്തിൽ തന്നെയാണ് സേവനമനുഷ്ഠിച്ചത്. അതുകൊണ്ട് ടീച്ചർക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ഓരോ നാടിയിടുപ്പും നന്നായിട്ടറിയാം. പലപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് താങ്ങായും ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ടീച്ചർ നിലകൊള്ളുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രിയ റോസ്മേരി ടീച്ചറോട് ഞങ്ങളുടെ വിദ്യാലയം ഏറെ കടപ്പെട്ടിരിക്കുന്നു. വിജയമല്ല സന്തോഷത്തിന്റെ താക്കോൽ, മറിച്ച് സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ പരിശ്രമിക്കുന്ന ഞങ്ങളുടെ ഉറുദു അധ്യാപികയാണ് മിർസ ടീച്ചർ. ടീച്ചർക്ക് 35 വർഷത്തെ അധ്യാപന പാരമ്പര്യമാണുള്ളത്. ടീച്ചർ 35 വർഷവും ഈ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിച്ചതുകൊണ്ട് കല്ലൂരും അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ ടീച്ചർക്ക് വളരെ ഹൃദ്യസ്ഥമാണ്. പ്രായമല്ല, ഉത്തരവാദിത്തമാണ് മനുഷ്യരെ പക്വതയിലേക്ക് എത്തിക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണിത്. മഹാത്മാഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏറ്റവും അന്വർത്ഥമാകുന്ന ഒരു അധ്യാപികയാണ് ഞങ്ങളുടെ പ്രിയങ്കരിയായ മിർസ ടീച്ചർ. കാരണം
അധ്യാപകർക്ക് സാലറി അക്കൗണ്ട് വഴിയൊക്കെ വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് HMs ട്രഷറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാലറി കൃത്യമായിട്ട് ഓരോ അധ്യാപകരുടെ കൈകളിലും എത്തിച്ചു കൊടുത്തിരുന്നത് ഞങ്ങളുടെ പ്രിയകരിയായ ടീച്ചറാണ്. യാതൊരുവിധ ഓഡിറ്റ് ഒബ്ജക്ഷനും ഇല്ലാതെ നോൺ മീൽ പ്രോഗ്രാംസിന്റെ ബില്ലുകൾ വിനിമയം ചെയ്യൽ, വർക്ക് എക്സ്പീരിയൻസ് മേളകൾ, മറ്റു ബില്ലുകളുടെ എഴുത്തുകുത്തുകളും ഒക്കെ വളരെ കൃത്യമായി ചെയ്തിരുന്ന മിർസ ടീച്ചറോടും ഞങ്ങളുടെ വിദ്യാലയം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ടീച്ചർക്കൊപ്പം ടീച്ചറുടെ പ്രിയ ജീവിത പങ്കാളി സഗീർത്ത, ഹാലിമ, മകൾ ഹാലിമയും എന്നും തുണയായിട്ടുണ്ട്. എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കായിക അധ്യാപകനാണ് സെബി മാഷ്. മുഴിക്കുളം ഗ്രാമത്തിൽ കണ്ണമ്പുഴ കുഞ്ഞുവരീത് ജോസഫ് അന്നംകുട്ടി ദമ്പതികളുടെ 8 മക്കളിൽ 7ാമനാണ് സെബി സാറ്. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ കായിക വിദ്യാഭ്യാസം പരമാവധി മെച്ചപ്പെടുത്തുവാൻ സാർ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെറുപുഞ്ചിരിയോടെ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഞങ്ങളുടെ സെബി സാർ. സെബി സാറിന്റെ റിട്ടയർമെന്റിന് ഞങ്ങൾക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം 76 വാർഷികങ്ങളും അതുപോലെ തന്നെ പല അധ്യാപികമാരുടെ റിട്ടയർമെന്റിനും ഞങ്ങളുടെ വിദ്യാലയം വേദി ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു അധ്യാപകന്റെ റിട്ടയർമെന്റിന് ഞങ്ങളുടെ വിദ്യാലയം ആതിഥ്യം നൽകുന്നത്. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. മാഷിനോടും ഞങ്ങൾക്കുള്ള അകമഴിഞ്ഞ നന്ദിയും ആശംസയും അറിയിക്കുന്നു. അധ്യാപകരെ കുറിച്ച് പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്. എ ടീച്ചർ ടേക്സ് എ ഹാൻഡ്, മേക്സ് എ മൈൻഡ് ആൻഡ് ടച്ചസ് എ ഹാർട്ട്. ഇവിടെ എ ടീച്ചർ എന്നുള്ളിടത്ത് ഞങ്ങളുടെ ഈ 3 അധ്യാപകരുടെയും പേരുകൾ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായി സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് സർവീസിൽ കയറിയപ്പോൾ അന്നത്തെ ഹെഡ് മിസ്ട്രസ്മാര് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ, നിങ്ങൾ താഴെയുള്ളവർക്ക് മാതൃകയായിരിക്കണം, അവർ നിങ്ങളെ കണ്ട് കൊതിക്കണമെന്ന്. തീർച്ചയായും 3 ദശാബ്ദങ്ങൾക്ക് മേലെ നിങ്ങളുടെ അധ്യാപന ജീവിതം പിന്നിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തന ശൈലി കണ്ട് കൊതിക്കുന്നു. യാത്രകൾ എന്നും മനോഹരമാണ്. എന്നാൽ യാത്ര പറഞ്ഞ് പടിയിറങ്ങുന്നത് ഏവരുടെയും കണ്ണുകളെ ഇറങ്ങണിയിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നവർക്ക് മറ്റൊരു മനോഹാരിതയിലേക്കുള്ള അനേകം യാത്രകൾ ഉണ്ടാകട്ടെ എന്ന് ഏവരുടെയും പേരിൽ ആശംസിക്കുന്നു. അതിനായി ഈശ്വരൻ നല്ല മനസ്സും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് റിട്ടയർമെന്റ്. താങ്ക് യു all of you. For your attention, all the prize winners, I request all the prize winners to gather near the stage as soon as possible. Once again, I repeat, I request all the prize winners to gather near the stage as soon as possible. Thank you. Thank you, Miss. It's my pleasure to introduce our exceptional school leader, Kumari Minha Mariam Shan, who has been instrumental in guiding our school community towards excellence. Under Minha's visionary leadership, our school has achieved numerous accolades and has become a beacon of academic excellence and innovation. Please join me in welcoming Minha Mariam Shan onto the stage and share her inspiring thoughts and reflection on our school journey. Please come forward and address us. Good afternoon, everyone. Present headmistress, teachers, honored guests, parents, and my dear friends.
As I'm standing before you today, I'm filled with a mix of emotions. Sadness to leave the familiar walls of our school, but we also gratitude the incredible journey I have shared with all of you. As your school leader, I have the privilege of watching our school's growth, evolve and flourish. I witnessed the talents, passion and the achievement of our school. I have seen the dedication, hard work and love of our teacher. As we all know that we are celebrating the 76th annual day celebration and farewell of our beloved teacher. I wish them a heartfelt congratulations for their upcoming retirement. As I prepare the battle to the next leader, I want to thank each and everyone for being an integral part of my journey. Your support and encouragement have meant the world to me. To our teachers, express my deep gratitude, wisdom and guidance, your unwavering commitment to our education. And to my fellow friends and to the next leader, I offer here words of advice, listen, learn, empathy and courage. I was a big farewell for our school. I carry with me sweet memories, lessons and friendship that will be an incredible part of my journey. Thank you. A special award donated to the School Leader of the Year by Sri Jose K. Kavlakat in 11th memory of his son, Master Jijo Jose Kavlakat. So I would like to invite our school leader, Kumari Minha Mariam Shan, to receive the special award. We are grateful to invite Reverend Father Roy to present the memento to the school leader. Please, Father. Next is the prize distribution ceremony. It's my honor and privilege to invite Sister Rejo CMC, Local Manager and Sister Superior Rosario Convent Kallur for the prize distribution. Please, Sister. Prizes for the academic year 2024-25. Best in Studies, Standard 7A, Amisha Rose Sunny. Standard 7B, Aisha Maharin P. Standard 6A, Srihari P. Standard 6B, Srikirti Shibu. Standard 5A, Sarah Rose Shibi. Standard 5B, Daniel Denny. Standard 4A, Esther Shibu. Standard 3A, Elsa Person. Standard 2A, Abida P. Standard 2B, Eva Maria Binod. Standard 1A, Jal Jason. Standard 1B, Gautam Krishna P. From KG section, LKG, Vaiga Sudesh. UKG, Amar Sayan AA. Toppers in Catechism. Standard 1, Ashwin Andrew. Standard 2, Hannah Denny. Standard 3, Jahan Gino. Standard 5, Anne Ginny. Standard 6, Lena Lijo. Toppers in Moral Science. Standard 1, Ritika Sunil. Standard 2, Abigail P.S. Standard 3, Navamika K. Anil. Standard 5, Diya Suresh. Standard 6,
Srihari P. Thank you, sister. It's my privilege to invite our Rosemary teacher to hand over the prizes. Welcome, teacher. Toppers in Islamic Studies, Standard 1, Rumaisa US. Standard 2, Sahalia Mahano. Standard 3, Muhammad Alhan. Standard 4, Aisha Naswa VM. Standard 5, Yazin Ibrahim AA. Standard 6, Bida Visabi. Standard 7, Minha Mariam Shan. Toppers in Arabic. Standard 1, Haiza Mahavi. Standard 2, Amina Fatima Veem. Standard 3, Muhammad Rizwan. Standard 4, Aisha Persin CS. Toppers in Urdu. Standard 5, Muhammad Tamim Shan. Standard 6, Ridika Ivy. Standard 7, Aisha Maharin P. Thank you, teacher. It's my privilege to call upon our Mr. Teacher to distribute the prizes. Welcome, teacher. Best performers in sub-district level arts, sports and exhibitions. Rishikesh KR. First A grade in UP section pencil drawing and also secured second A grade in clay modeling in sub-district level competitions. A. Marialindo. First A grade in UP section Malayalam story writing in sub-district Kalotsava. Muhammad Yasin V. First A grade in UP section still model in sub-district level max exhibition. Faha Fatima Ois. First A grade in Agabati making in UP section sub-district level work experience. Anne Maria Sebastian, first A grade in LP section Malayalam speech competition in sub-district level Kalotsava. Tanmaya K, first A grade in UP section Malayalam poem writing related to Children's Day in Mala sub-district. Ishana Sagar, second A grade in UP section book binding and also secured second A grade in English extempore speech and also third A grade in English poem recitation in Mala sub-district Kalotsava. Aisha Marin P, second A grade in UP section Urdu poem writing and also secured second A grade in Urdu quiz in Mala sub-district Kalotsava. Ahalya Anil, second A grade in UP section fabric painting in Mala sub-district level exhibition. Aisha Naswabiyam, second A grade in LP section number chart in Mala sub-district level max exhibition. Thank you, teacher. Now, I would like to invite our SEBI sir to present the prizes. Anushraya Lakshmi V. Anil and Aisha Persin CS. Second A grade in LP section chart competition in Mala sub-district level science exhibition. Diya Mariam KS, second A grade in LP section embroidery in Mala sub-district level exhibition. Amisha Rose Sunny, second prize in Maths Talent Search examination in sub-district level. Irene Dinesh and Pavana K, third A grade in LP section social science chart competition in Mala sub-district level exhibition. Anay Krishna P,
in Mala Sub-District Level Exhibition. Crystal Maria Beers, 3rd A grade in LP section, beads work in Mala Sub-District Level Exhibition. Angel Maria Beers, 3rd A grade in UP section, makes products with waste materials in Sub-District Level Exhibition. Best performer in sports, Joanne Rose Paulson, 3rd prize in standing broad jump in Mala Sub-District Level Sports. Adul Krishna Keyu and Nayana Jilesh. Best performer in commerce, Joel Jason. Best performer in Unnikutam Fest, baby Gianna Xavier. Now, finally, let me invite the girly and okay, our beloved teacher, to receive a special award that acknowledges her outstanding contribution towards our school in All Kerala Online Saint Chavara Evuprasya Speech Competition 2024. Welcome, dear. Thank you, sir, and congratulations for all the prize winners. Thank you. It has come to the end of this beautiful annual day ceremony officially. But before that, I would like to call Srimati Mary Jacob, our staff representative, to propose a vote of thanks. I'm sorry, I would like to call Neenu teacher on the stage. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നമ്മുടെ പ്രിയ അധ്യാപകർ വിരമിക്കുമ്പോൾ പിന്നിട്ട വഴികളിൽ താങ്ങും തണലുമായി നിന്നവരെ അവർ ഓർത്തെടുക്കുന്നു. മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹ അധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയവരോട് അവർക്ക് പറയാനുള്ളത് നമുക്ക് കാതോർക്കാം. നീണ്ട 37 വർഷത്തെ സേവനം, ഏൽപ്പിക്കുന്ന ജോലികൾ പൂർണ്ണതയിൽ എത്തിക്കുന്ന അർപ്പണ മനോഭാവം, ഏത് കാര്യവും ആരെയും ബോധ്യപ്പെടുത്താനുള്ള ലാളിത്യം, അധ്യാപകരെ ഒറ്റച്ചരടിൽ കോർത്തിണക്കാൻ കഴിഞ്ഞ സീനിയർ അസിസ്റ്റന്റ്, ഊഷ്മള ബന്ധങ്ങൾ നിലനിർത്തുന്ന സ്നേഹ ഇടപെടൽ, മുന്നിൽ നിന്ന് നയിക്കാനുള്ള പ്രവർത്തന മികവ്, അതാണ് നമ്മുടെ റോസ്മേരി ടീച്ചർ. ഇനിയുമുണ്ട് ഒട്ടേറെ വിശേഷണങ്ങൾ. ടീച്ചറിനും നമ്മോട് പങ്കുവയ്ക്കാനുണ്ടാകും ഒരുപാട് ഓർമ്മകൾ. റോസ്മേരി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ നമ്മോട് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഈ സായം സന്ധ്യയിൽ നമുക്ക് ഒന്നിച്ചിവിടെ ആയിരിക്കുവാൻ നമ്മെ അനുവദിച്ച ദൈവമേ, അങ്ങേക്ക് മഹത്വം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബന്ധുമിത്രാദികളെ, പ്രിയ സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ആദ്യമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ 76ാം വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറ്റവും ഹൃദ്യമായി നേരുന്നു. ഒരു രാജ്യം അഴിമതിരഹിതവും മനോഹരവുമായി തീരണമെങ്കിൽ സമൂഹത്തിൽ 3 അംഗങ്ങൾ കൂടിയേ തീരും. അത് അച്ഛനും അമ്മയും അധ്യാപകനുമാണ്. ഈ 3 അംഗങ്ങളിൽ ഒരാളായ അധ്യാപകനാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. തികഞ്ഞ സംതൃപ്തിയോടെയും ആത്മസാക്ഷാത്കാരത്തോടെയുമാണ് ഈ വേദിയിൽ ഞാൻ ആയിരിക്കുന്നത്.
അധ്യാപനത്തിൻ്റെ ഹരിശ്രീ കുറിച്ച അതേ വിദ്യാലയ അങ്കണത്തിൽ നിന്ന് തന്നെ വിരമിക്കാൻ അവസരം നൽകിയതിനെ ഓർത്ത് ജഗദീശ്വരന് മുമ്പിൽ ശിരസ് നമിക്കുന്നു. എന്നിൽ അക്ഷരങ്ങളുടെ വിത്തുകൾ പാകി അതിനെ പരിപോഷിപ്പിച്ച് അധ്യാപനത്തിൻ്റെ മഹത്വം സ്വന്തം ജീവിതത്തിലൂടെ എനിക്ക് പകർന്നു തന്ന് അതേ സേവന പാതയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ അപ്പച്ചനോടും മമ്മിയോടും എൻ്റെ ജീവിതം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എൻ്റെ കൂടെ പിറപ്പുകളായി ജീവിതത്തിലുടനീളം താങ്ങും തണലുമേകുന്ന റോബർട്ട്, രോജ, റാണി, റീന എന്നീ സഹോദരങ്ങളെ ഈ സമയം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അക്ഷരം അറിവാണ്, അറിവ് വെളിച്ചമാണ്. ആ നെയ്ത്തിരി ഞാൻ തെളിയിച്ചു തുടങ്ങിയത് 1988 സെന്റ് ജോർജസ് CUPS കല്ലൂരിൽ നിന്നാണ്. പിന്നീട് മാള, ഇരിഞ്ഞാലക്കുട, പരിയാരം എന്നീ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം 1988 ഞാൻ വീണ്ടും കല്ലൂരിൽ എത്തിച്ചേർന്നു. തുടക്കം മുതൽ ഈ നിമിഷം വരെ എൻ്റെ പ്രധാന അധ്യാപകരായ സിസ്റ്റർ മെർസി, സിസ്റ്റർ ആൻ ജെയിംസ്, സിസ്റ്റർ ഫെൽസി, സിസ്റ്റർ ആൻസി, സിസ്റ്റർ ഫ്ലോസി, സിസ്റ്റർ സൂസി, സിസ്റ്റർ കരോളിൻ, സിസ്റ്റർ ഷാർലറ്റ്, സിസ്റ്റർ മെറി, സിസ്റ്റർ ടെസ്മി ഇവർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ എൻ്റെ പ്രധാന അധ്യാപകരായ സിസ്റ്റർ ഐനോട്സ്, സിസ്റ്റർ ആൻസ്ബർട്ട്, സിസ്റ്റർ ലൂസിറ്റ, സിസ്റ്റർ ഗമാലിയെ എന്നിവരെ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. ഓരോ ഹെഡ്മിസ്ട്രസ്സുമാരും അമ്മയെ പോലെ, സഹോദരിയെ പോലെ, മകളെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ എന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. ഇരിഞ്ഞാലക്കുട ഉദയ CMC ആരാമത്തിൽ വിടർന്ന് പ്രക്ഷോഭിക്കാൻ എനിക്ക് അവസരമൊരുക്കി തന്ന എൻ്റെ സ്നേഹമുള്ള ആൻറ്റിമാരായ സിസ്റ്റർ ടെറൻസ്, സിസ്റ്റർ രേഖ എന്നിവരെ ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ 36 വർഷത്തെ അധ്യാപന ജീവിതം അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിച്ച് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കിയ ഒരു വ്യക്തിത്വമുണ്ട്. ദൈവം എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയായ രാജേഷ് ചേട്ടൻ. വിദ്യാലയത്തിലെ എൻ്റേതായ ഏതൊരു പ്രവർത്തനത്തിനും നോ പറയാതെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ആരോഗ്യ പ്രശ്നം മൂലം ഒരു ഘട്ടത്തിൽ അധ്യാപനം പാതി വഴിയിൽ നിർത്തേണ്ടി വരുമോ എന്നുള്ള പ്രതിസന്ധി സമയത്തും ആത്മവിശ്വാസവും കരുത്തുമേകി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഈ സമയം പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്നോടൊപ്പം നിന്നവരാണ് എൻ്റെ സഹപ്രവർത്തകർ. എൻ്റെ പ്രിയ മക്കളായ അമൂല്യയോടും അതുല്യയോടും ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനം നൽകി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മക്കളായ നിധിനെയും ഡാർവിനെയും ഈ സമയം സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഉള്ളെത്ര വിങ്ങിയാലും ഒരു പുഞ്ചിരിയിൽ അതെല്ലാം മാച്ചു കളയുന്ന അമ്മമ്മയുടെ കിങ്ങിണി മോൾക്കും ഒരു ഉമ്മ. ഈ 36 വർഷക്കാലം
എൻ്റെ കൈകളിലൂടെ കടന്നുപോയ കുഞ്ഞുമക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അവരുടെ മാതാപിതാക്കൾക്കും ഒത്തിരി ഒത്തിരി സ്നേഹം നിറഞ്ഞ നന്ദി. അധ്യാപനം എൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് ആ ഉത്തരവാദിത്വം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഉദയ CMC മാനേജ്മെന്റിനോടും ഞാൻ ജോലിയിൽ പ്രവേശിച്ച അന്ന് മുതലുള്ള സിസ്റ്റർ ഓറിയ മുതൽ സിസ്റ്റർ ധന്യ വരെയുള്ള പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ വിദ്യാലയത്തിന് എപ്പോഴും ഊർജം നൽകിക്കൊണ്ടിരിക്കുന്ന കല്ലൂർ റൊസാരിയോ കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ റിജ വരെയുള്ള എല്ലാ മദർ സുപ്പീരിയേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും വളരെ സുഗമമായി കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾക്കും നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന AEO ശ്രീ സുരേഷ് സാറിനും സ്റ്റാഫിനും, ചാലക്കുടി BPC ശ്രീ മുരളീധരൻ സാറിനും സ്റ്റാഫിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി റോയച്ചനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വിദ്യാലയം ഉൾക്കൊള്ളുന്ന കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും നാളിതുവരെ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ എല്ലാ വാർഡ് മെമ്പർമാരെയും നന്ദിയോടെ ഓർക്കുന്നു. പിറന്ന നാടിനേക്കാൾ എന്നെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന കല്ലൂർ ഗ്രാമത്തിലെ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരു വ്യക്തി ജോലിയിൽ പ്രവേശിക്കുന്നത് പോലെ പ്രധാനമാണ് ആ വ്യക്തിയുടെ യാത്രയിൽ. ഈ യാത്രയയപ്പ് വളരെ മനോഹരമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഞങ്ങളുടെ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ടെസ്മിക്കും PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സത്താറിനും കമ്മിറ്റി അംഗങ്ങൾക്കും MPTA പ്രസിഡന്റ് ശ്രീമതി ബിയ ഷൈജുവിനും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഇനി എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് എല്ലാമാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അത് യാത്രയാകണമെന്ന ഉദ്ദേശത്തോടെ ഹെഡ് മിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരിമാരായ സഹപ്രവർത്തകർക്ക് 1000 നന്ദി അർപ്പിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും ബന്ധുമിത്രാദികൾക്കും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. എന്നോടൊപ്പം ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന മിർസ ടീച്ചർക്കും സെബി സാറിനും നല്ലൊരു വിശ്രമ ജീവിതം ഞാൻ ആശംസിക്കുകയാണ്. ഈ കാലഘട്ടമത്രയും എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ നല്ല തമ്പുരാൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. നീണ്ട 35 വർഷത്തെ സേവനം, ഉറുദു ഭാഷാധ്യാപിക, പ്രവൃത്തി പരിചയമേളയിലെ നിറസാന്നിധ്യം, വർഷങ്ങളായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ അമരക്കാരി, വകുപ്പ് തല ഓഡിറ്റിംഗിൽ തടസ്സവാദങ്ങൾ ഉയരാത്ത വിധം കൃത്യതയാർന്ന കണക്കുകൂട്ടലുകൾ, നാളിതുവരെ പിന്നിട്ട വഴികൾ നമ്മോട് പങ്കുവയ്ക്കാനായി മിർസ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എനിക്ക് ജോലി തന്ന മാനേജ്മെൻറ്റ്, ഞാൻ 35 വർഷം പഠിപ്പിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളും, PTA അംഗങ്ങൾ, സഹപ്രവർത്തകർ, നാട്ടുകാർ എല്ലാവർക്കും നന്ദി. 10 ഹെഡ് മിസ്സസ്മാരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് എല്ലാ ഓഫീസ് കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന് ഹെഡ് മിസ്സസ്മാർ സിസ്റ്റർ ആൻസ്ബർഗ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല. സിസ്റ്ററിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ അബീലിയ, സിസ്റ്റർ ഫെൽസി, സിസ്റ്റർ ആൻസിലിൻ, സിസ്റ്റർ ഫ്ലോസി, സിസ്റ്റർ സൂസി, സിസ്റ്റർ കരോളിൻ, സിസ്റ്റർ ഷാർലറ്റ്, സിസ്റ്റർ മെറിൻ, സിസ്റ്റർ ടെസ്മി എന്നിവരെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. എനിക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും തന്ന് ഇവിടെ എത്തിച്ച എൻ്റെ പിതാവ് MM ഷെയ്ഖ് ഹുസൈൻ ഇപ്പോൾ നമ്മോടൊപ്പമില്ല. പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സദാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ് നഫീസ, എന്നെ ഇവിടെ എത്തിക്കാൻ പ്രയത്നിച്ച എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് MM ഷാഹുർ, സർവോപരി എൻ്റെ വളർച്ചയിലും തളർച്ചയിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് മുഹമ്മദ് സഗീർ, എൻ്റെ മകൾ ഹാലിമ സഗീർ, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്നെ കൂടെ റിട്ടയർ ചെയ്യുന്ന റോസ്മേരി ടീച്ചർ, സെബി മാസ്റ്റർ എന്നിവർക്ക് ഇനിയുള്ള ജീവിതം ശോഭനമാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മെമൻറ്റോ നൽകി ആദരിച്ചതിന് സന്തോഷം. 35 വർഷമായി അനുഭവങ്ങൾ പാഠമാക്കി തന്ന ഈ വിദ്യാലയം, എന്നെ ഞാനാക്കി മാറ്റിയ ഈ വിദ്യാലയം ഓർമ്മയായി മാറുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ടീച്ചർ. 36 വർഷത്തെ സേവനം, സ്കൂൾ കായികാധ്യാപകൻ, മികച്ച സംഘാടകൻ, സ്കൂളിൻ്റെ ഏതൊരു ആവശ്യത്തിനും മുന്നിട്ടിറങ്ങുന്ന വ്യക്തിത്വം, സഹപ്രവർത്തകരോടുള്ള സ്നേഹവും കരുതലും, വ്യത്യസ്തമായ വ്യക്തിപ്രഭാവത്തിനുടമയായ സെബി സാറിനെ ഏറെ സ്നേഹത്തോടെ നമ്മോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ടീച്ചേഴ്സ്, സ്നേഹമുള്ള രക്ഷാകർത്താക്കൾ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികൾ, ഏവർക്കും നമസ്കാരം. 1969 കണ്ണമ്പുഴ കുഞ്ഞുമറിയത് ജോസഫ് അന്നം ദമ്പതികൾക്ക് 7ാമത്തെ പുത്രനായിട്ട് ജനിച്ചു. തുടർന്ന് UP വിദ്യാഭ്യാസം സെൻറ് മേരീസ് UP സ്കൂൾ മുഴുവൻ. ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നാം കാണുന്ന സൗകര്യങ്ങളെല്ലാം ഇല്ല എന്ന് വെച്ചാൽ ടാർട്ട റോഡില്ല, കോൺക്രീറ്റ് വീടുകളില്ല, മതിൽക്കെട്ടുകളില്ല, വേല ചെയ്ത് കഴിഞ്ഞാൽ കൂലിയില്ല. അന്ന് കൂലിക്ക് പകരം വയറ് നിറയെ ഭക്ഷണമാണ്. മോട്ടോർ വാഹനങ്ങൾക്ക് പകരം കട്ടവണ്ടിയും ഉന്തുവണ്ടിയും കാളവണ്ടിയുമായ ഒരു കാലഘട്ടം, ചിരിച്ചു കളിച്ച് നടക്കുന്ന കാലം. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുറ്റിപ്പുഴ സ്കൂളിലും
സെന്റ് തോമസ് ഐരൂർ സ്കൂളിലായിട്ട് കഴിച്ചു. പഠനത്തിൽ അത്ര മികവുള്ള ആളൊന്നായിരുന്നില്ല. ജയിച്ചു കഴിഞ്ഞപ്പോ തുടർ വിദ്യാഭ്യാസം ഏത് സ്കൂളിൽ വേണം എന്ന് ചിന്തിച്ചിരുന്ന സമയം. അന്ന് രണ്ടാമത്തെ ചേച്ചിയായിട്ടുള്ള റൂബി ചേച്ചി അന്ന് പത്രത്തിൽ കണ്ടൊരു പരസ്യം ഇതായിരുന്നു: CPED കോഴ്സിന് കർണാടകയിൽ സീറ്റ് കൊടുത്തു. ഈ പരസ്യം അന്നുള്ള കാരണന്മാരോട് നേരിട്ട് പറയാനുള്ള പേടിയുണ്ട്. ഇന്നത്തെ പോലെയല്ല, സ്ത്രീകളൊന്നും മുന്നിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന കാലഘട്ടമല്ല. ആ കാര്യം മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ജോൺസൺ ചാൻഡിലർ അറിയിച്ചു. ഇരുവരും വൈകിട്ട് അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് വിവരം അറിയിച്ചു. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിനക്കുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു, അടുത്ത ദിവസം തന്നെ കർണാടകയിലേക്ക് പോകണം. ഈ വേലികളില്ലാത്ത പറമ്പുകളിലൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ഇന്നുള്ള ആരും തന്നെ സമ്മതിക്കുന്നത് തോന്നുന്നു. പക്ഷെ അന്ന് കാരണന്മാർക്ക് വിധേയത്വമുള്ള അനുസരണയുള്ള മക്കളായതുകൊണ്ട് പറഞ്ഞതൊന്നും നിരസിക്കാൻ പോയില്ല. അടുത്ത ദിവസം തന്നെ മൂത്ത ജ്യേഷ്ഠനായിട്ട് കർണാടകയിലേക്ക് പോയി. അവിടെ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം ചെന്ന് സീറ്റ് എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് റിപ്ലൈ കിട്ടിയത് മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്ത് CPEDന്റെ പുതിയൊരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. CPED എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡിപ്ലോമയ്ക്ക് തുല്യമാണ്. അങ്ങനെ കോഴ്സിന് ചേർത്തു. എൻ്റെ കൂടെ പഠിച്ചിരുന്നതൊക്കെ 25, 28, 30 വയസ്സ് പ്രായമുള്ളവരാണ്. അവരുടെയൊക്കെ ഒരു കൊച്ചനീനായിട്ടാണ് ഞാൻ കോഴ്സിന് ചേർന്നത്. കാലത്ത് 5 മണിക്ക് ട്രെയിനിങ് തുടങ്ങും. 8 മണി 9 മണി വരെ കാലത്ത് സെക്ഷൻ, തുടർന്ന് കാലത്ത് 1 മണിക്കൂർ, ഉച്ചകഴിഞ്ഞ് 1 മണിക്കൂർ തിയറി ക്ലാസ്, വൈകിട്ട് വീണ്ടും പ്രാക്ടിക്കലും. ഈ ചെറിയ പ്രായത്തിൽ ഇവരോടൊപ്പം ഇത്രയും കഠിനമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ ആരോഗ്യ സങ്കടമായിരുന്നു. പിന്നീട് അതെനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നുള്ള മറ്റൊരു കാര്യം. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. 10 മാസമുള്ളതായിരുന്നു, 1 വർഷം. അതിന് പഠിപ്പിക്കുന്നത് ഭൂരിഭാഗവും മാസ് പി ടി എന്ന് പറയുന്ന എക്സസൈസുകളും മേജർ ഗെയിംസിൻ്റെ റൂൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആഴ്ചകളിലും ഓരോ ഗെയിംസ് കളിപ്പിക്കും. ആ കളിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചോളണം, കാരണം അതിനുള്ള സമയമുള്ളൂ. തുടർന്ന് തിരിച്ചു വീട്ടിലെത്തി. റിസൾട്ട് വന്നു, 2nd ക്ലാസ്സിൽ പാസ്സായി. ഞാൻ UP ക്ലാസ്സിൽ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ പിന്നീട് ടീച്ചിങ് പ്രാക്ടീസ്. അവിടെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് അത്ര എഫക്റ്റായില്ല. ഇവിടെ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചു. അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ എനിക്ക് കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് മൂത്ത മകളായിട്ട് ലൂസി ചേച്ചിയെ കെട്ടിച്ചിരിക്കുന്നത് വൈകിലായിരുന്നു. പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞു, വൈകില സ്കൂളിലൊരു തമ്പാ മാഷുണ്ട്, മാഷ്ക്ക് ഇനി അധികം നാളുകളില്ല, അതായത് സർവീസിന് ഇനി അധികം വർഷങ്ങളില്ല. അങ്ങനെ കാരണന്മാർ വന്ന് സാറായിട്ട് സംസാരിച്ചു. 1-2 വട്ടം ചർച്ചകൾ നടത്തി. ഒടുവിൽ വെള്ളപ്പുക കണ്ടു. പക്ഷേ ലീവ് എടുത്ത് തരാമെന്നായിരുന്നു. അങ്ങനെ 1988 വൈന്തല സ്കൂളിൽ ആദ്യമായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു.
89 കണ്ടിന്യൂസ് സർവീസ്. ഈ സമയം അവിടെ ക്ലർക്കായിരുന്നത് ഫ്രാൻസിസ് ചേട്ടനാണ് എൻ്റെ അപ്പോയിൻമെൻ്റ് എഴുതുന്നത്. അന്ന് അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് മാനേജർ ജോസഫ് സാറ്, അപ്പോയിൻമെൻ്റ് പാസ്സാക്കുന്നത് ഇക്ബാൽ സാറ്, DO ഇരിഞ്ഞാലക്കുട. എന്നാൽ ഒപ്പം തന്നെ സർവീസിൽ കയറിയ സാറാണ് വിൽസൺ സാറ്. ചിലരൊക്കെ ലോൽപ്പൻ സാറിന് കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും എന്നെക്കാളും 1 മാസം മുമ്പായിരുന്നു വിൽസൺ മാസ്റ്റർ ചാർജ് എടുക്കുക, അല്ലെങ്കിൽ സർവീസിൽ കയറുക. ഞങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷം ആ തൊട്ട് മുമ്പുള്ള കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭയങ്കര സ്കൂളിൽ കുറച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ ഒന്നും ആക്ടിവിറ്റീസായിട്ട് പുറത്ത് കൊണ്ടുപോകണ്ട എന്നുള്ള തീരുമാനമായിരുന്നു അന്നത്തെ PTA. ആ സമയത്താണ് ഞങ്ങളുടെ രംഗപ്രവേശനം. തുറന്നുള്ള കൊല്ലങ്ങളിൽ അവിടുന്ന് ടൂർ പോകാമെന്നും മറ്റ് പരിപാടികളിൽ കൊണ്ടുപോകാമെന്നും ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാമെന്ന് സമ്മതിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കുട്ടികളെ പുറത്തേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ 2 വർഷം കുട്ടികൾ പഠിച്ചു. അന്നുണ്ടായ ടീച്ചേഴ്സിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ടീച്ചിങ്ങിനെ പറ്റി പഠിച്ചത്. തുടർന്ന് 2 വർഷം 3 വർഷം പിന്നിട്ടപ്പോഴേക്കും എനിക്ക് കൺസൈൻ ഫാമിലിയിൽ നിന്നും ഫ്രാൻസിസ് സാറുണ്ടായിരുന്നു. ഫ്രാൻസിസ് സാറ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹം കാലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ട് വരുമായിരുന്നു. സാർ പറഞ്ഞു, കുട്ടികളെ സെലക്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ കാലത്ത് ട്രെയിൻ ചെയ്യിച്ചോളാം. അങ്ങനെ ഫ്രാൻസിസ് സാറും വിൽസൺ മാഷും ഞങ്ങളൊരു ആധിപത്യത്തോടെ അരങ്ങേറി. അതിൻ്റെ ഫലമായിട്ട് അന്ന് ജില്ലാതല മത്സരം, സ്റ്റേറ്റ് മത്സരം, ആദ്യം റവന്യൂ മത്സരമാണ്. അവിടെ നിന്ന് വിൻ ചെയ്യുക, then ജില്ലയിലേക്ക് വരിക, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിൽ പോവുക, എന്തിനേറെ പറയുന്നു നാഷണൽ വരെ നമുക്ക് കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നു. ഉണ്ടായിരുന്ന ഫ്രാൻസിസ് മാർഷ് നമ്മളിൽ നിന്ന് വേർതിരിഞ്ഞിരുന്നു. 1997 ഞാൻ വിവാഹത്തിനാവുന്നു. കിടങ്ങൂർ ദേശത്ത് നിന്ന് കല്ലൂർക്കാരൻ ജോസ് സാറിൻ്റെ മകളെ ലിജ എന്ന പേര്. 2000 എനിക്ക് 2 കുട്ടികൾ, ഒരു പെൺകുട്ടി 3, ആൺകുട്ടി 2. ഇപ്പോൾ മോളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിൻ്റെ പേര് റിനില്. മകൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിച്ചു. അവൻ കുവൈറ്റിൽ KOC കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. വൈദ്യുത സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഒരു PT മാസ്റ്റർ നിലനിൽക്കണമെങ്കിൽ 500 കുട്ടികളെങ്കിലും മിനിമം വേണമെന്നാണ് എൻ്റെ നിയമം. കുട്ടികളുടെ അഭാവം മൂലം എനിക്ക് ട്രാൻസ്ഫർ വന്നു. നേരെ പോയത് കുന്നംകുളം ബോയ്സ് ഹൈസ്കൂളിലേക്ക്, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാനുള്ള, വീട്ടിലെ പിള്ളേരെ നോക്കണം. അങ്ങനെ അവിടെ എത്തിപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ. 6 മാസം ലീവ് എടുത്തു. ഈ ലീവ് എടുത്ത കാലമൊന്നും ഞാൻ വെറുതെ ഇരുന്നില്ല, മറ്റു പണികളൊക്കെ ആയിട്ട് നടന്നു. തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയത് അവിടെ നിന്നും ട്രാൻസ്ഫർ കിട്ടി. നേരെ പോയത് ബദിരമുഖ വിദ്യാലയം, ഗവൺമെൻറ് ബദിരമുഖ വിദ്യാലയം. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല. അവർക്കെല്ലാം ആംഗ്യ ഭാഷകളാണ്. അത് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അവിടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ആകെ 44 കുട്ടികൾ. 1 മുതൽ 10 വരെ ക്ലാസ് റൂമിൽ ആകെ ഉണ്ടായിരുന്ന 44 കുട്ടികൾ. അപ്പോൾ കാലത്തെ സെക്ഷനൊക്കെ വിദ്യാഭ്യാസ ആയിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ തിയറി ക്ലാസ്സുകളായിട്ട് പോകും. ഉച്ച കഴിഞ്ഞ് എല്ലാ കുട്ടികളെ ഇറക്കി മാസ് PT ഏതെങ്കിലും ഗെയിമുകളായിട്ട് കളിക്കും. അങ്ങനെ 7 കൊല്ലത്തോളം കഴിച്ചുകൊണ്ട് പിന്നീട് ഞാൻ തിരിച്ചെത്തുമ്പോൾ, അതായത് അടുത്ത ഓർഡർ വീണു.
പാരന്റ് സ്കൂളിലും മറ്റൊരു സ്കൂളിലായിട്ട് നിലനിൽക്കാമെന്ന് പറയുന്നത്. പാരന്റ് സ്കൂൾ എന്ന് പറയുന്നത് വൈന്തല ഹൈസ്കൂളും മറ്റൊരു സ്കൂൾ എന്ന് പറയുന്നത് സെന്റ് ജോർജ് കല്ലൂർ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് 2013 നമ്മൾ ഈ സ്കൂളിൽ എത്തിച്ചത്. അന്ന് ഫ്ലോസിസ്റ്റാണ് വെച്ചത്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് പ്രളയമാണ്. പ്രളയം എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ അന്ന് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റും. പിന്നീട് കൊറോണ, ആ സമയത്ത് ഒക്കെയാണ് ഞാൻ കേട്ടൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഇപ്പോൾ 36 വർഷം പിന്നിടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് നന്ദിയുടെ വാക്കുകളാണ്. മാതാപിതാക്കള്, ഗുരുക്കന്മാര്, കൂടെ പ്രവർത്തിച്ച HMs, ടീച്ചേഴ്സ്, ക്ലർക്കുമാര്, ഹയർ ഗ്രേഡിലുള്ള ഓഫീസേഴ്സിലെ ഉദ്യോഗസ്ഥരെ, എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ എല്ലാവരും, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ കായികാധ്യാപകരെല്ലാം തന്നെ ഞാൻ കയറുമ്പോൾ എന്നെ അനുജനായിട്ട് കണ്ടെങ്കിൽ ഇന്ന് പോരുമ്പോൾ എല്ലാവരും എന്നെ ചേട്ടൻ എന്നുള്ള ഭാവത്തിലാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ എല്ലാവരും തന്നെ എനിക്ക് ഉപകാരികളായിരുന്നു. ആരും തന്നെ പിണങ്ങേണ്ടി വന്നിട്ടില്ല. നാളിതുവരെ ദൈവം അനുഗ്രഹിച്ച് ആരും തന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇട വന്നിട്ടില്ല. അതൊക്കെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഈ സെന്റ് ജോർജ് സ്കൂൾ കിട്ടാൻ തന്നെ അതും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇവിടെ പല HMസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അവരെയും ഇന്ന് അല്ലെങ്കിൽ ഇന്ന് പോയ അധ്യാപകരെയും ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തുടർന്നുള്ള കാലം എന്നെ കൊണ്ടാവുന്നത് സഹായിക്കണം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I would like to call Srimati Mary Jacob, our staff representative, to propose the vote of thanks. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അജ്ഞതയാകുന്ന തമസിൽ നിന്നും അറിവിൻ്റെ ജ്യോതിസിലേക്ക് സ്നേഹത്തിനിതളുകളായി വീതിയൊരുക്കിയ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 76ാം വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായി നേടുന്നു. ഈ ധന്യമുഹൂർത്തം മഹനീയമാക്കാൻ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും നന്ദി അർപ്പിക്കുക എന്നത് ഏറ്റവും മഹനീയമായ ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യം വളരെ അഭിമാനത്തോടെ ഞാൻ നിർവഹിക്കട്ടെ. അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മൂല്യവത്തായ പാഠങ്ങൾ പകർന്നു തന്ന നമ്മുടെ വിദ്യാലയത്തെ തുടക്കം മുതൽ ഈ നിമിഷം വരെ കൈപ്പിടിച്ച് നടത്തിയ സർവേശ്വരൻ്റെ മുൻപിൽ ആദ്യമായി ഞാൻ ശിരസ് നമിക്കുന്നു. ഇരിഞ്ഞാലക്കുട CMC മാനേജ്മെൻറ്റ് ആണ് നമ്മുടെ വിദ്യാലയത്തിന് അധ്യാപകർക്ക് എന്നും താങ്ങും തണലും ശക്തിയും ഊർജവും നൽകുന്നത്. ഉദയ പ്രോവിൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സാരഥിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് റവറൻഡ് സിസ്റ്റർ മരിയറ്റാണ്. നിഷ്കളങ്കമായ ചിരി, ദീർഘവീക്ഷണം, ഏത് പ്രശ്നത്തെയും തന്മയത്വത്തോടുകൂടി പരിഹരിക്കാനുള്ള നേതൃത്വ പാടവം എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങൾക്ക് അനുയോജ്യയാണ് സിസ്റ്റർ. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം എന്നെ പിന്തള്ളുകയില്ല എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ പോലെ എടുത്ത തീരുമാനം അതിൻ്റെ പരിപൂർണത നിർവഹിക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്ന വ്യക്തിത്വമായതിനാലാണ് മാനേജ്മെൻറ്റ് ഈ ഉത്തരവാദിത്തം സിസ്റ്ററിനെ ഏൽപ്പിച്ചത്. ഔദ്യോഗിക തിരക്കുകൾ ഏറെ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ ധന്യമുഹൂർത്തത്തിൻ്റെ അധ്യക്ഷപദം
അലങ്കരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ മരിയറ്റിന് 1000 നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം സിസ്റ്ററിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്തു. ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒറ്റയ്ക്ക് ജയിക്കുന്നതിനേക്കാൾ കൂടെ ഓടുന്നവരെ കൂടി ജയിപ്പിക്കാൻ കാണിക്കുന്ന നേതൃത്വമാണ് ജനാധിപത്യം. ഈ വാക്കുകൾ തൻ്റെ ജീവിതം കൊണ്ട് ഈ നിമിഷം വരെ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയങ്കരിയായ കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ് അവர்கள். ഒരു വിളിക്ക് മുമ്പേ ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ശക്തിയും ഊർജവും വഴികാട്ടിയുമായി നിലകൊള്ളുകയും ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ വിദ്യാലയത്തിൻ്റെ 76ാം വാർഷികവും രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം നടത്തി ഈ വേദിയുടെ മാറ്റുകൂട്ടിയ ബഹുമാനിയായ കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേര് ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും വഴികാട്ടിയാവുകയും ഇപ്പോൾ ഈ വേദിയെ അനുഗ്രഹ പ്രഭാഷണം കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത കല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി റവറൻഡ് ഫാദർ റോയ് പാനിക്കുളങ്ങരയ്ക്ക് ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയം മാള ഉപജില്ലയുടെ കീഴിലാണെങ്കിലും BRC ചാലക്കുടിയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാൻ എന്നും ചാലക്കുടി BPC ശ്രീ CG മുരളീധരൻ മാസ്റ്ററും ടീമംഗങ്ങളും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. തൻ്റെ അറിവുകൊണ്ട് ആരെയും അപമാനിക്കുന്നവനല്ല ന്യായം. തൻ്റെ അറിവുകൊണ്ട് മറ്റുള്ളവർക്ക് നേർവഴി കാണിക്കുന്നവനാണ് യഥാർത്ഥ അറിവുള്ളവൻ. ഇത്തരത്തിലുള്ള വ്യക്തിയാണ് മുരളി മാസ്റ്റർ. തൻ്റെ അറിവും കഴിവും ചാലക്കുടി BRCക്ക് വേണ്ടി വ്യയം ചെയ്ത് ഈ അധ്യയന വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന മുരളി മാസ്റ്റർക്ക് ജീവിതത്തിൻ്റെ തിരക്കുകൾ മൂലം ഇവിടെ എത്താൻ സാധിക്കാത്ത BPC മുരളീധരൻ മാസ്റ്റർക്ക് ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. നമ്മുടെ വിദ്യാലയം മാള ഉപജില്ലയുടെ കീഴിലാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തൃശ്ശൂർ ജില്ലയുടെ തിലകക്കുറിയായി മാള ഉപജില്ലയെ മാറ്റിയത് ശ്രീ സുരേഷ് കേജി സാറിൻ്റെ ദീർഘവീക്ഷണപരമായ ആശയങ്ങൾ മൂലമാണ്. ആകസ്മികമായി ഞാൻ ആരെയും കണ്ടുമുട്ടാറില്ല. അവർ ഒന്നുകിൽ നമുക്ക് ഒരു പാഠമായിരിക്കും, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിരിക്കും. തത്വജ്ഞാനിയായ ശ്രീബുദ്ധൻ്റെ വാക്കുകളാണിത്. അധ്യാപകരായ ഞങ്ങൾക്ക് പാഠമായും അനുഗ്രഹമായും നിലകൊള്ളുന്ന വ്യക്തിയാണ് AEO സാർ. ഔദ്യോഗിക തിരക്കുകൾ മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത AEO സാറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 36 വർഷത്തെ സുത്യർഹമായ സേവനം വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ത്യാഗത്തോടെയും നിർവഹിച്ച് ഈ വിദ്യാലയത്തോട് ഇടവേ പറയാനൊരുങ്ങുന്ന റോസ്മേരി ടീച്ചർ ശരിക്കും ഞങ്ങൾക്ക് ജ്യേഷ്ഠ സഹോദരി തന്നെയാണ്. പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നത് അപൂർവമായ ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിനുടമയാണ് ഞങ്ങളുടെ റോസ്മേരി ടീച്ചർ. ഈ സമയം ഞാൻ ഓർക്കുന്നത് അൽഫോൻസാമ്മയുടെ വാക്കുകളാണ്. ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. അതുപോലെ തന്നെയാണ് ടീച്ചറും. കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിലും സഹപ്രവർത്തകർക്ക് നന്മ ചെയ്യുന്നതിലും പ്രധാനാധ്യാപകർക്ക് ധൈര്യം പകർന്നു നൽകുന്ന കാര്യത്തിലും തനിക്ക് എന്ത് ലഭിക്കുന്നു എന്നത് ടീച്ചർ ചിന്തിക്കാറേയില്ല. ഈ വിദ്യാലയത്തിന് വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ ധൈര്യവും ഊർജവും തന്ന റോസ്മേരി ടീച്ചർക്ക് വിശ്രമ ജീവിതത്തിനുള്ള എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം 1000 നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഉറുദു ഭാഷയുടെ സൗന്ദര്യവും ലാളിത്യവും നമുക്ക് പകർന്നു തരികയും ആ ഭാഷ കുട്ടികൾക്ക് വളരെ ലളിതമായും രസകരമായും അവതരിപ്പിക്കാൻ മിർസ ടീച്ചറോളം വേറെ ആരുമില്ല. നമ്മുടെ അടുത്ത വിദ്യാലയങ്ങളിലൊന്നും തന്നെ ഒരു വിഷയമായി പരിഗണിക്കപ്പെടാത്ത ഈ ഭാഷയെ അവതരണ ശൈലി കൊണ്ടും അധ്യാപന മികവ് കൊണ്ടും വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയമുള്ളതാക്കി എന്നത് മാത്രമല്ല, കലോത്സവങ്ങളിൽ ഈ വർഷം വരെ പങ്കെടുപ്പിച്ചിട്ടുള്ള എല്ലാ ഇനങ്ങളിലും നല്ല വിജയം എന്നല്ല മികച്ച വിജയം നേടിക്കൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തെ പലപ്പോഴും മുൻപിലെത്തിച്ചത് മിർസ ടീച്ചർ എന്ന അധ്യാപികയുടെ നിശ്ചയദാർഢ്യമാണ്. അധ്യാപനത്തിന് പുറമെ വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാന വിഭാഗമായ നൂൺമീൽ പ്രോഗ്രാം ചിട്ടയായും ഭംഗിയായും കൃത്യതയോടെയും ഈ കാലഘട്ടം മുഴുവൻ എന്തിനേറെ ഇന്നലെ വരെ
ചെയ്ത് നിർവഹിച്ച് മിർസ ടീച്ചർ തന്നെയായിരുന്നു. കൂടാതെ സ്കൗട്ട്, UP വിഭാഗം വർക്ക് എക്സ്പീരിയൻസ്, ഇസ്ലാമിക് സ്റ്റഡീസ്, ഉറുദു സ്റ്റുഡൻസിനുള്ള സ്പെഷ്യൽ ഫുട്ബോൾ കോമ്പറ്റീഷൻ ഇവയെല്ലാം ഭംഗിയായും ചിട്ടയായും നിർവഹിച്ച് ഈ വിദ്യാലയത്തിന് വേണ്ടി 35 വർഷം നിസ്തുലമായ സേവനം കാഴ്ചവെച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായ മിർസ ടീച്ചർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നതോടൊപ്പം വിശ്രമ ജീവിതം ഏറെ ആനന്ദകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കല്ലൂർ വിദ്യാലയത്തിന്റെ 76 വർഷത്തെ ചരിത്രത്തിൽ എവിടെയും ഇടം പിടിക്കാത്ത ഒരേ ഒരു നാമം അധ്യാപകൻ. ഞങ്ങൾ അധ്യാപികമാർക്കിടയിലുള്ള ഏക അധ്യാപകൻ, അതാണ് ഞങ്ങളുടെ സെബി മാസ്റ്റർ. നിറഞ്ഞ പുഞ്ചിരിയില്ലാത്ത ഒരു മുഖം ഈ 12 വർഷകാലത്തിനിടയിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. മാസ്റ്ററുടെ മാതൃവിദ്യാലയമായ വൈന്തല സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നൽകുന്ന അതേ പരിഗണനയും സ്നേഹവും അർപ്പണ മനോഭാവം തന്നെയാണ് നാളിതുവരെ ഈ വിദ്യാലയത്തിനും മാസ്റ്റർ നൽകിയത്. ബാല്യകാലത്തിൽ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പീരീഡാണ് PT. ആയതിനാൽ ദിവസത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കുന്ന ഞങ്ങൾ അധ്യാപകന്മാരെക്കാൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് സെബി മാസ്റ്ററിന്റെ PT പീരീഡാണ്. ഉപജില്ലാ കായികമേളയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും പങ്കെടുപ്പിച്ച മികവ് തെളിയിക്കുന്നതിനും മാസ്റ്റർ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കുട്ടികളുടെ ഉറ്റ ചങ്ങാതിയായും സഹപ്രവർത്തകർക്ക് താങ്ങും തണലുമായും പ്രധാനാധ്യാപകർക്ക് കൈത്താങ്ങായും നിലകൊള്ളാൻ ഇന്നുവരെ മാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശ്രമവേളകളിലും വിനോദയാത്രകളിലും ഞങ്ങളുടെ ഹാസ്യരാജാവ് തന്നെയാണ് സെബി മാസ്റ്റർ. ഈ കാലഘട്ടത്തിലുടനീളം ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും കരുതലിനും പിന്തുണയ്ക്കും ഈ വിദ്യാലയം എന്നും മാസ്റ്ററോട് കടപ്പെട്ടിരിക്കുന്നു. വിശ്രമ ജീവിതം ഏറെ മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാസ്റ്ററുടെ ഇതുവരെയുള്ള എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകം പറയുന്നു. ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോടെ ഇടപെടുന്ന സൗഹൃദങ്ങൾ. ഇത്തരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച സുഹൃത്താണ് ഞങ്ങളുടെ പ്രിയങ്കരിയായ ശ്രീ മോഹിനികുട്ടൻ അവറുകൾ. ഈ വാർഷികാഘോഷവേളയിൽ എൻഡോമെന്റ് വിതരണം ചെയ്യുകയും ഞങ്ങളുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കാടുകുറ്റി പഞ്ചായത്ത് 14ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മോഹിനികുട്ടൻ അവർക്ക് ഏറെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഒരു വിദ്യാലയത്തിന്റെ വളർച്ചയിൽ PTA വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏതൊരു പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുകയും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന വ്യക്തിയാണ് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സത്താർ അവറുകൾ. ഇന്നത്തെ ഈ ചടങ്ങിൽ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കുള്ള മൊമെന്റോ പ്രസന്റേഷൻ നടത്തിയ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സത്താർ അവറുകൾക്കും ഏറെ പ്രത്യേകമായി അർപ്പിച്ചുകൊള്ളുന്നു. 3 വർഷമായി നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റായി സുഖകരമായി സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ് ശ്രീമതി പിയ ഷൈജു. വിളിക്കുന്ന ഏത് കമ്മിറ്റി മീറ്റിംഗിലും കൃത്യമായി എത്തിച്ചേരുകയും നിർദ്ദേശങ്ങളും സഹായങ്ങളും ഇതുവരെ ചെയ്തു വരികയും ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസയർപ്പിച്ച് വേദി മനോഹരമാക്കിയതിനും ഏറെ നന്ദി. ഒരു യഥാർത്ഥ സാരഥി എല്ലാവർക്കും മുമ്പേ പോകുന്നവനും എല്ലാ കാര്യങ്ങളും ഒരുപാട് നേരത്തെ അറിയുന്നവനുമാണ്. അങ്ങനെ ഒരു ലീഡർക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ഹെഡ് മിസ്ട്രസ് ആണ് സിസ്റ്റർ ലിസ്മി. പ്രധാനാധ്യാപിക എന്ന ചുമതല ഏറ്റെടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായി അച്ചടക്കപരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്. ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് ആത്മധൈര്യം പകർന്ന് നൽകിക്കൊണ്ടും ഏത് സമയത്തും പുഞ്ചിരിയോടെയും ശാന്തതയോടെയും ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുകയും ഇപ്പോൾ ഈ ധന്യമുഹൂർത്തത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലെസ്ലി CMCക്ക് ഹൃദയത്തിൽ നിന്നും നന്ദിയുടെ നറുമലരുകൾ. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ലോക്കൽ മാനേജറും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമായിരിക്കുന്ന ഞങ്ങളുടെ മദർ, ഇന്ന് സമ്മാനദാനം നിർവഹിച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായ വസ്തായ ഗവൺമെന്റ് മദർ സുപ്പീരിയറുമായ സിസ്റ്റർ ലിജോ CMCക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി അനീഷ ടീച്ചർക്കും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സ്റ്റാഫ് പ്രതിനിധി മേളി ടീച്ചർക്കും സ്കൂൾ ലീഡർ കുമാരി നിഹാമറിയത്തിനും ഏറെ പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി അക്ഷീണം പ്രയോഗിച്ച നമ്മുടെ മുൻ പ്രധാന അധ്യാപികമാർക്കും മറ്റ് അധ്യാപകർക്കും
കൂടാതെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദി. ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന റോസ്മീര ടീച്ചർ, വിൽസ ടീച്ചർ, സെബി മാസ്റ്റർ എന്നിവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ ജീവിത പങ്കാളി, മക്കൾ, മറ്റെല്ലാ ബന്ധുമിത്രാദികൾക്കും വിദ്യാലയത്തിൻ്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി. ഇന്നത്തെ ചടങ്ങുകൾക്ക് മനോഹര ശബ്ദവും വെളിച്ചവും നൽകിയവർക്കും സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തവർക്കും എല്ലാ PTA, MPTA അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഈ കലാക്ഷേത്രത്തിൽ വിദ്യാഭ്യസിക്കാനെത്തുന്ന കുഞ്ഞുങ്ങളെ അറിവും വിവേകവും സ്നേഹവും കരുതലും നൽകി മുന്നോട്ട് നയിക്കുന്ന ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. നമ്മുടെ വിദ്യാലയത്തിലെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഇവിടെ അക്ഷര വെളിച്ചം നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൊന്നോമനകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇന്ന് വിവിധ കലാപരിപാടികൾക്കായി ആകാംക്ഷയോടെ ഒരുങ്ങി നിൽക്കുന്ന എല്ലാ കലാകാരന്മാർക്കും പ്രത്യേകം നന്ദി. കാലങ്ങളായി ആനുവൽ ഡേക്ക് സ്റ്റേജ് അനൗൺസ്മെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിമ്മി ടീച്ചർക്കും ഏറെ പ്രത്യേകമായി നന്ദി പറയുന്നു. അതോടൊപ്പം റൊസാരിയോ ഗവൺമെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഈ സ്കൂളിൽ സഹായ സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും മുൻ വർഷങ്ങളിലെ PTA പ്രസിഡന്റുമാർ, PTA, MPTA, SSG അംഗങ്ങൾക്കും നാട്ടുകാർക്കും ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഒറ്റവാക്കിൽ നന്ദി, നന്ദി, നമസ്കാരം. With this to wind up the official meet, I request all the esteemed guests to take your designated seats. And now it's time for our students to exhibit the talents and also entertain us and make the program more delightful. Thank you.